ഹലോ ഗൈസ്, ഒരു സിനിമ കാണാൻ പോയ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സിനിമ വേറൊന്നുമല്ല, ഒരു ജാതി ജാതകം. മട്ടന്നൂർ സഹീനാസിലാണ് പോയത്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ടീംസിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി, അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ഏരിയയിലോട്ട് പോയി. ഫുഡടി ഒഴിച്ചിട്ടൊരു പരിപാടിയില്ല ഗൈസ്. അങ്ങനെ പോപ്കോണ് എല്ലാ ഫ്ലേവറും ഓരോന്ന് വെച്ചിട്ട് ഞങ്ങൾ ആൾ വീതം വാങ്ങി. പക്ഷേ ഇതൊന്നും മതിയാവില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ ബാക്കപ്പ് പ്ലാനുമായിട്ടാണ് ഞാൻ പോയത്. പച്ചക്കടല, കടല മുട്ടായി, മസാലക്കടല, പിന്നെ ലൊട്ട, ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. എന്താണെന്നറിയില്ല, എനിക്കും എൻ്റെ കെട്ടിയവനും സിനിമ കാണാൻ പോയാൽ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നില്ല ഒരു സമാധാനം കിട്ടൂല. പോപ്കോണൊന്നും അതിൻ്റെ അടുത്തൊന്നും എത്തൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടച്ചിങ്. അതിൻ്റെ ഇടയിൽ വീരാന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പോപ്കോണും തട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പച്ചക്കടലയിൽ കാര്യപരിപാടി അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിന്നുന്ന തിരക്കിനിടയിൽ സിനിമേൻ്റെ പേര് ഞാൻ എടുക്കാൻ മറന്നുപോയി. മലയാളമൊക്കെ കഴിഞ്ഞ അവസാനം ഇംഗ്ലീഷിലാണ് കിട്ടിയത്. കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ മസാല കടലൊക്കെ എത്തി, ലൊട്ട എത്തി, പിന്നെ എല്ലാം കൂടി അങ്ങ് മിക്സായിട്ട് ഇതൊക്കെ കൂടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും അതൊക്കെ തീർന്നുപോയി. നമ്മളിതേ റീസ്റ്റോക്ക് ചെയ്യാൻ പോയി. വീണ്ടും പോപ്കോൺ, 2 ചക്രം, 2 ഫ്ലേവർ വെള്ളം, പട്ടിഷോ. ഇവരെല്ലാവരും എന്നെ വീഡിയോ എടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഗൈസ്, ഫാൻസ്. പിന്നെ ഇത് ഈ ബോൾ പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കുറച്ചിരുന്ന് സിനിമ തീർന്നത് പോലും അറിഞ്ഞില്ല. എന്തോ എനിക്ക് സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഊളച്ചളിയും. പക്ഷേ കണ്ണൂരുകാരായവർ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. കാരണം സ്റ്റാർട്ടിങ് മുതൽ ഒടുക്കം വരെ ഫുള്ള് കണ്ണൂർ സ്ലാങ് ആയിരുന്നു. വലിയൊരു രസമൊന്നുമില്ല, എന്നാലും ഒരു ടൈം പാസ്, വൺ ടൈം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.